ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേരുമുണ്ട്, അതുപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും പേരുമുണ്ട്. 16 കോടി രൂപ മാധ്യമങ്ങൾക്ക് കൊടുത്തു എന്നാണ്. ആ തുക നികുതിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഒരു സെറ്റിൽമെന്റിന് കർത്ത പോയിരിക്കുന്നത്, CMRL പോയിരിക്കുന്നത് എന്നുള്ളതാണ്. CMRL പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങൾക്ക് വരാറുണ്ട്. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് KK, AG, OC, IK, RC എന്നിവർക്ക് പണം നൽകിയിട്ടുള്ളത്. ഇത് ക്യാഷാണ് എന്നാണ് പറയുന്നത്. അപ്പോ രൂപയായിട്ട് ഇവർക്കൊക്കെ തന്നെയും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പണം നൽകി എന്ന് പറയുമ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് മലയാള മനോരമ ലീഡ് വാർത്തയായി നൽകി. ഇന്ന് ടെലിവിഷൻ ചാനലുകളും ആ വാർത്ത ഫോളോ അപ്പ് ചെയ്തു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ വാർത്ത ഒന്ന് അടങ്ങുകയാണ്. എന്ന് വെച്ചാൽ അതൊന്ന് കാർപ്പറ്റിലേക്ക് ആ വാർത്ത പോകുന്നുണ്ടോ എന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് സംശയം വരികയാണ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ സ്മൂത്ത് ഫംഗ്ഷനിങ് കിട്ടാൻ വേണ്ടി ഇവർക്ക് പണം കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ലാണ്ട് പരസ്യമായിട്ട് ഞങ്ങൾക്ക് പരസ്യം വേണം, അതുകൊണ്ട് CMRL ഈ നാട്ടിലൊരു ഒരു വലിയ ഒരു സ്ഥാപനമായി വളരാൻ വേണ്ടിയിട്ടല്ല. ഷാനി എന്തായാലും ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കുറ്റവിമുക്തനാക്കിയല്ലോ. രേഖാപരമായി ഒരു കരാറുണ്ടാക്കുക. വീണ വിജയൻ ചെയ്ത കാര്യം എന്താണ്? എക്സാലോജിക് കമ്പനി ചെയ്ത കാര്യം എന്താണ്? നിങ്ങൾ രേഖാപരമായി ഒരു ഇടപാടുണ്ട്, കരാറുണ്ടാക്കുക. ആ കരാർ പ്രകാരം രേഖാപരമായി അക്കൗണ്ടിലൂടെ പണം വാങ്ങിക്കുക. അത് 3 കൊല്ലം കൊണ്ട് ചെയ്ത സേവനത്തിന്റെ പ്രതിഫലമായി കൃത്യമായിട്ട് അവർ തരിക. ഈ 3 കൊല്ലം സേവനം വാങ്ങിച്ച കമ്പനിക്ക് 2017 മുതൽ 2018, 2019 വരെ ഈ സേവനം കുറവായിരുന്നു എന്ന് പരാതിയേ ഇല്ല. 2019 കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് പരിശോധിച്ചപ്പോൾ അതിൽ ഇങ്ങനെ വീണ വിജയനുമായി ഇടപാടുണ്ടെന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ പിടിക്കാൻ വേണ്ടി പരകാല പ്രഭാകർ എന്ന് പറയുന്ന നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറയുന്നുണ്ടല്ലോ, എന്താ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതെന്ന്. വീണ വിജയൻ ഈ കമ്പനിക്ക് നൽകിയ സേവനം എന്താണ് താങ്കളുടെ അറിവിൽ? കൺസൾട്ടൻസി ഇനത്തിലാണ് വീണ വിജയന് പണം നൽകിയതെന്നും അജിത് കർത്ത വിശദീകരിച്ചു. അതിലൊരു വാസ്തവമില്ല, അതിന് അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. ഒരു കമ്പനി എന്നുള്ള നിലയിൽ നമ്മള് ഒരു കൺസൾട്ടൻസി വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ മോളാണോ മറ്റാണോ എന്നുള്ളതല്ല. കമ്പനിക്ക് എങ്ങനെ ഗുണകരമായിട്ട് രീതിയിൽ ആ കൺസൾട്ടൻസിയുടെ എന്താണ് കാറ്റഗറി എന്നുള്ളത് പരിശോധിച്ചിട്ട് അതിന് ഗുണകരമായ രീതിയിലുള്ള ഒരു കൺസൾട്ടൻസിയാണ് നമ്മൾ വയ്ക്കുന്നത്. അത് 1, 2, 3 ഇങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിലെന്ത് വാർത്തയ്ക്ക് അടിസ്ഥാനരഹിതമുള്ള ഞങ്ങളുടെ കമ്പനിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പാറ്റേൺ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയെ വെക്കുമ്പോൾ ഞങ്ങളൊരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിലേക്ക് യോഗ്യതയുള്ള അവര് മുഖ്യമന്ത്രിയുടെ മകളാണോ എന്നുള്ളതല്ല, ക്വാളിഫൈഡ് ആളാണോ അല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ. അത് ആരുടെ മോളായാലും ആരുടെ മോളല്ല എന്നുള്ളത് അവിടെ ഒരു ഇൻമെറ്റീരിയലാണ് അതില്.